ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. അപ്പോൾ നമ്മൾ നോക്കാം, ഒരു പുതിയ പ്രോജക്റ്റാണ്. ഫീനിക്സ് ആണ് ഈ പ്രോജക്റ്റിന്റെ പേര്. 22 മില്യൺ ഫണ്ടിങ് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് 2026 കുറച്ച് പുതിയ പ്രോജക്റ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു പുതിയ പ്രോജക്റ്റ് അല്ല, അതായത് ഇതിന്റെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇവരുടെ പ്രോജക്റ്റ് നമുക്ക് കാണുമ്പോൾ 2023 തുടങ്ങിയാണ്. ഇപ്പോൾ 2024, 2025 കുറച്ച് ഡെവലപ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം നമുക്കൊരു TG പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് എയർ ഡ്രോപ്പ് കൺഫേംഡ് ആണെന്ന് വെച്ചാൽ അല്ല, നമുക്ക് എല്ലാം ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കണം. ചില പ്രോജക്റ്റുകളൊക്കെ ചിലപ്പോൾ കൺഫേംഡ് ആയിട്ട് എയർ ഡ്രോപ്പ് തരില്ല, തന്നാലും ചിലപ്പോൾ ചെറുതായിട്ട് തരുന്നത്, ചിലത് നല്ല രീതിയിൽ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കുറേ പ്രോജക്റ്റുകൾ ചെയ്യാൻ നോക്കുക. നല്ല പൊട്ടൻഷ്യലുള്ള പ്രോജക്റ്റുകൾ മാത്രം ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് മാക്സിമം വയ്ക്കുക. അപ്പോൾ എന്താണ് ചെയ്യുന്നുള്ള ഒരു ഇൻട്രാക്ഷൻ, അതായത് ഒരു ബേസിക് ലെവൽ ട്യൂട്ടോറിയലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതായത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണം എന്താ ചെയ്യാം, സെപ്പോളിയ ഫോസറ്റ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലായിട്ട് ഈ പാട്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് നെറ്റ്, പിന്നെ ഒന്ന് ഡിസ്കോഡ്. എങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ സെപ്പോളിയ ഫോസറ്റ് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ മെറ്റാമാസ്ക് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 5 വീഡിയോസ് വാട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ സീരീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ വീഡിയോസും കാണുക. എന്നാൽ മാത്രമാണ് ഞങ്ങളോട് പറയുന്ന കുറേ ടേബിളൊക്കെ മനസ്സിലാവുള്ളൂ. സെപ്പോളിയ, ചെയിൻ അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ സെപ്പോളിയയുടെ സൈറ്റിൽ വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, എന്നോട് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് ചെയ്തതിനു ശേഷം ക്യാപ്ചർ വെരിഫൈ ചെയ്തതിനു ശേഷം സ്റ്റാർട്ട് മൈനിങ് കൊടുക്കുക. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ മൈൻ ചെയ്ത ടോക്കൺസ് ക്ലെയിം ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സെപ്പോളിയ എത്തുന്ന ടോക്കൺ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ടോക്കണാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ടെലഗ്രാം ചാനൽ വരുന്നതിന് ശേഷം എന്ത് ചെയ്യുക, ക്രിപ്റ്റോമങ്കി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നിട്ട് റിമൈൻഡർ എന്ന ടോപ്പിക്കിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ സെപ്പോളിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലിങ്ക് കിട്ടും. ഈ 4ാമത്തെ ലിങ്കിലേക്ക് പോയി ഒരുപാട് സൈറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഗൂഗിൾ ക്ലൗഡിന്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തിരികെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ടോക്കൺസ് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഫസ്റ്റ് മുതൽ നമ്മളിവിടെ സെപ്പോളിയ ടോക്കൺസ് മിന്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഓൾഡ് സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ സൈറ്റിന്റെ പേര് റിഡാക്ട് എന്നാണ് സൈറ്റിന്റെ പേര്. റിഡാക്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻക്രിപ്റ്റും ഡീക്രിപ്റ്റും ഉള്ള ടാസ്കുകളാണത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ എൻക്രിപ്റ്റ് സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ 0.01 സൈറ്റ് ഞാൻ കൊടുക്കണം, ഒരു എമൗണ്ട് കൊടുക്കണം. ഞാനൊരു 0. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എൻ്റെ 3 എത്തുള്ളൂ. അപ്പോൾ എന്തായാലും 0.001 എമൗണ്ട് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, എൻക്രിപ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം വാലറ്റ് തുറന്നു വരുന്നു. എൻ്റെ റാബി വാലറ്റ് ആണത്. റാബി വാലറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ ടെസ്റ്റ് സീരീസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സൈൻ കൊടുക്കുക, കൺഫേം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ എൻക്രിപ്റ്റ് പ്രോസസ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് തന്നോളും. അത് കൺഫേം ആയി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോസസ്. അതിനുശേഷം ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടാസ്ക്, അതായത് എൻക്രിപ്റ്റ് ചെയ്യുക, ഡീക്രിപ്റ്റ് ചെയ്യുക, എൻക്രിപ്റ്റ് ചെയ്ത് ഡീക്രിപ്റ്റ് എന്നുള്ള ടാസ്ക് ഒരു ദിവസം ഒരു 5 പ്രാവശ്യം മിനിമം ചെയ്യാനായിട്ട് നോക്കുക. 5 പ്രാവശ്യം 5 പ്രാവശ്യം എൻക്രിപ്റ്റ് ചെയ്യുക, 5 പ്രാവശ്യം ഡീക്രിപ്റ്റ് ചെയ്യുക. ഓക്കെ, അത്രമാത്രം ചെയ്താൽ മതി. ഇത് ചെയ്യാനായിട്ട് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് എടുക്കും. അതിനുശേഷം എൻക്രിപ്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചിലപ്പോൾ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ശേഷം വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആർബിട്രർ സെപ്പോളിയായിരിക്കും കിടക്കണ്ടാവാം. അപ്പോൾ നമ്മൾ സെപ്പോളിയ ചെയിനിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആർബിട്രർ സെപ്പോളിയ വേണമെങ്കിൽ ചെയ്യാം. അതിനെന്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സെപ്പോളിയയിൽ ടോക്കൺ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ സൂപ്പർ ബ്രിഡ്ജ് സൈറ്റ് വന്നു കഴിഞ്ഞാൽ സെപ്പോളിയിൽ നിന്ന് ബേസ് സെപ്പോളിയിലോട്ടോ അല്ലെങ്കിൽ ആർബിട്രർ സെപ്പോളിയോട്ടോ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ബ്രിഡ്ജ് ചെയ്ത് മാറ്റാൻ പറ്റും. എതിരത്തിന് ഇതൊന്നും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് സീരീസിന്റെ വീഡിയോ കാണണം. ഞാൻ എടുത്തിട്ട് പറയില്ല. അപ്പോൾ ആദ്യം കണ്ടത് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തു. ബേസ് സെപ്പോളിയിൽ നിങ്ങൾക്ക് ടോക്കൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്താൽ മാത്രമേ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഗ്യാസ് ഫീ കൊടുക്കാനും അതുപോലെ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് കാണിക്കുള്ളൂ. അപ്പോൾ 8 മാത്രമല്ല USDC ഉണ്ട്. അപ്പോൾ നമുക്ക് USDC വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സർക്കിൾ എന്ന സൈറ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്തിയ സെപ്പോളിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർബിട്രർ സെപ്പോളിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് വാലറ്റ് റെസിപ്റ്റ് ആയിട്ട് ശേഷം സെൻഡ് 1 USDC കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 USDC നിങ്ങൾക്ക് ഡെയിലി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ USDC എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റീഡ് ആയിട്ട് സൈറ്റിൽ എന്ത് ചെയ്യാം, എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഡീക്രിപ്റ്റ് ആണ്. ഡീക്രിപ്റ്റ് നമ്മൾ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്ത് കോയിൻ എന്ത് ചെയ്യണം, നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 0.01 കൊടുക്കുകയാണ്. അതിനുശേഷം ഡീക്രിപ്റ്റ് എത്തുന്നതിന് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ വാലറ്റ് സൈൻ ചെയ്യുക, കൺഫേം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാനിവിടെ പ്രോസസ്സിന് ശേഷം ഞാനിവിടെ ക്ലെയിം ചെയ്യാനായിട്ട് ഒരു ബട്ടൺ കാണിക്കും. അത് ക്ലെയിം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ ഇതൊരു ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 5 പ്രാവശ്യം 5 പ്രാവശ്യം ഡീക്രിപ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോകണം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇവിടെ പ്രോസസ്സ് കഴിയും. അടുത്ത സൈറ്റ് വന്നത് ഷീൽഡ് മോഡ് സൈറ്റ് ആണ്. ഷീൽഡ് മോഡ് സൈറ്റിൽ വന്ന് ഇവിടെയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ടാസ്ക് ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഡെയിലി എല്ലാ പ്രാവശ്യം ചെയ്യുക, ഒരു 10 ട്രാൻസാക്ഷൻ ഇവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വാലറ്റ് കണ്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് കണ്ടാവുന്നത് ആർബിട്രർ സെപ്പോളിയോ വാലറ്റ് ആയിരിക്കും. അത് ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുക, സെപ്പോളിയോ വാലറ്റിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വിച്ച് ചെയ്യുക. സ്വിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താണെന്ന് ചെയ്യുക. ഇവിടെ നെയിം ഒന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നത് വല്ല പേരായിരിക്കും, FHE USD പേരായിരിക്കും. ഞാനിവിടെ January 1 USD കൊടുത്താൽ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഡെയിലി ചെയ്യുന്ന കാര്യം എനിക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പത്തിന് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ ടോക്കൺ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോക്കൺ ഉണ്ടാക്കുന്നത് ഡെയിലി എന്ത്, ഇപ്പോൾ ഞാൻ ഇന്ന് January 11 ആണ്. അപ്പോൾ ഞാൻ January 11 USD എന്ന് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യണം, January 12 നാളെ ചെയ്യണമെങ്കിൽ January 12 എന്ന് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, ടിക്കർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ പേരിലാണ് വേണമെങ്കിൽ ടിക്കർ മാറ്റാം. ടിക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പ്രോജക്റ്റിന്റെ ടോക്കണിന്റെ പേരാണ് ടിക്കർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ബിറ്റ്കോയിന്റെ ടോക്കണിന്റെ പേരാണ് BTC എന്നാണ്.
അപ്പോൾ അതുപോലെ ഇവിടെ ഉണ്ടാക്കിയ ടോക്കണിന്റെ ടിക്കറിന്റെ പേരാണ് FUSD. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഒരു ഇങ്ങനെ എടുക്കണം, ആഡ് കോൺഫിഡൻഷ്യാലിറ്റി കൊടുക്കണം, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഡിപ്ലോയ് കോൺട്രാക്ട് കൊടുക്കുക. അതിനുശേഷം ഡിപ്ലോയ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പോൾ അത് ഡിപ്ലോയ് ആയിക്കോളും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ നോക്കാം, കണ്ടില്ലേ ഞാൻ ഇവിടെ ഡിക്രിപ്ഷൻ കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക, ക്ലെയിം എന്ന് കൊടുക്കണം. ക്ലെയിം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ട്രാൻസാക്ഷൻ സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലെയിം ചെയ്ത് നമ്മുടെ വാലറ്റിലോട്ട് എത്തിക്കോളും. ഈ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് എന്ത് എല്ലാ ദിവസവും 5 പ്രാവശ്യം വെച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ടാസ്ക് ഒന്ന് റിഡാക്റ്റിനുള്ളത്. അതിനുശേഷം നമ്മൾ ഷീൽഡ് മോഡിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഡിപ്ലോയ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം, എത്ര സമയം എടുക്കുന്ന അറിയില്ല. ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ഡിപ്ലോയ്മെന്റ്, അതായത് ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചെയ്യാൻ നോക്കുക. ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക, ടോക്കൺ ക്ലെയിം ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ടോക്കൺ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ യൂസർ എന്ന സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. യൂസർ എടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടോക്കൺ ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ 4 ടോക്കൺ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടോക്കൺ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ആരോമാർക്ക് കാണും. ആരോമാർക്കും ക്ലിക്ക് ചെയ്തതിനു ശേഷം മിന്റെ ടോക്കൺ വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോക്കൺ അടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 20,000 അടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അടിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, മിന്റെ ടോക്കൺ നോക്കുക. 10 ടോക്കൺ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കോൺട്രാക്റ്റിലോട്ട് മിന്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം അതൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ടോക്കൺ മിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ഓൾറെഡി മിന്റെ ടോക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മിന്റെ ടോക്കൺ നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. കാരണം എന്ത്, നമ്മൾ ഒരു ദിവസം ഒരു ടോക്കൺ ഉണ്ടാക്കുന്നു. ആ ടോക്കൺ ഉണ്ടായതിനു ശേഷം ആ ഒരു കോൺട്രാക്ട് നമ്മൾ എന്ത് ടോക്കൺ മിന്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഇന്നത്തെ 20,000 ടോക്കൺ ഞാൻ മിന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഷീൽഡ് അൺഷീൽഡ് വന്നിട്ടുക. അതിനുശേഷം എന്ത് ചെയ്യുക, എനിക്ക് എത്ര എമൗണ്ട് ആണ് ചെയ്യുള്ളത്, ഞാനിപ്പോൾ ഒരു 100 ടോക്കൺ ഷീൽഡ് ചെയ്യണം. ഷീൽഡ് എന്ത് ഇതുപോലെ എൻക്രിപ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്താ, സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് വെയിറ്റ് എന്ത് ചെയ്യും, അത് ഷീൽഡ് ആയിക്കോളും. അപ്പോൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഡെയിലി ഒരു 10 പ്രാവശ്യം ചെയ്യുക. അതായത് 100 ടോക്കൺ എടുക്കുക, ഷീൽഡ് ചെയ്യുക, അടുത്ത ടോക്കൺ എടുക്കുക, ഷീൽഡ് ചെയ്യുക, 100 ടോക്കൺ എടുക്കുക, ഷീൽഡ് ചെയ്യുക. അപ്പോൾ 100 പ്രാവശ്യം അല്ല, ഒരു 10 പ്രാവശ്യം എന്ത് ചെയ്യുക, ഷീൽഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതേ 10 പ്രാവശ്യം എന്ത് ചെയ്യുക, ഈ ടോക്കണെ അൺഷീൽഡും കൂടി ചെയ്യണം. അപ്പോൾ അൺഷീൽഡ് ചെയ്യണമെന്ന് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ടോക്കൺ കൺഫേം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ഇവിടെ ഇഷ്യൂറിലേക്ക് പോയിട്ട് വീണ്ടും യൂസിലേക്ക് വരികയാണ്. അപ്പോൾ ഷീൽഡ് ആയിട്ടുണ്ട്. ഇവിടെ ജനറേറ്റ് പെർമനന്റ് സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കില്ല, ഞാനത് റീവോക്ക് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ജനറേറ്റ് പെർമിറ്റ് കൊടുത്തതിന് ശേഷം ജനറേറ്റ് പെർമിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ജനറേറ്റ് ആയിക്കോളും. അതിനുശേഷം എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പോൾ ഇത് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഷീൽഡ് അൺഷീൽഡ് ക്ലിക്ക് ചെയ്തിട്ട് അൺഷീൽഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിവീൽ ബാലൻസ് കാണാൻ പറ്റും. റിവീൽ ബാലൻസ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എത്ര ടോക്കൺ ആണ് എനിക്ക് അൺഷീൽഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനൊരു 100 ടോക്കൺ ചെയ്തില്ലേ, ഞാനൊരു 10 ടോക്കൺ അൺഷീൽഡ് ചെയ്യണം വയ്ക്കുക. 10 ടോക്കൺ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് അൺഷീൽഡ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ സൈൻ കൊടുത്ത് എന്ത് പറ്റും, ഈ ടോക്കൺ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അൺഷീൽഡ് ആയിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വാലറ്റിലോട്ട് ആ ഒരു ടോക്കൺ നമ്മൾ മിന്റ് ചെയ്തില്ലേ, ആ ടോക്കൺ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണം, ഷീൽഡ് 10 പ്രാവശ്യം ചെയ്യുക, അൺഷീൽഡ് 10 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി ഒരു ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ യൂസർ വന്നതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസ് ദിസ് ടോക്കൺ കാണാൻ പറ്റും. അത് വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാലറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേൺ വാലറ്റ് ചെയ്യും. അതായത് എൻ്റെ ഈ ഒരു പ്രൊഫൈലിനുള്ളിൽ ഈ ഒരു മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്തെടുത്ത് ഞാൻ വേറൊരു പ്രൊഫൈൽ ഉണ്ടാക്കി, ഗൂഗിൾ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ വേറൊരു വാലറ്റ് ഉണ്ടാക്കാം. ആ വാലറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, അവിടെ അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സിന് എന്ത് ബേൺ വാലറ്റ് നമ്മൾ ഒന്നിനും യൂസ് ചെയ്യില്ല. ഇതുപോലെ ടോക്കൺസ് തന്നെയായിട്ട് യൂസ് ചെയ്യുന്ന അഡ്രസ്സാണ്. അത് നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് സെൻഡ് ചെയ്തിരിക്കാൻ നോക്കാം. ചിലപ്പോൾ സിബിലായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് നിന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് എത്ര എമൗണ്ട് ആണ് സെൻഡ് ചെയ്യാനുള്ളത്, 10 കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, 10 ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അങ്ങനെ ട്രാൻസ്ഫർ നോക്കുക. പബ്ലിക് ചെയ്യുക, ഇതൊരു 10 രൂപ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രൈവറ്റിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക, എത്ര എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ ട്രാൻസ്ഫർ കൊടുക്കുക. അപ്പോൾ പബ്ലിക് ട്രാൻസാക്ഷനും പ്രൈവറ്റ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇത്രയുമാണ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ്. എല്ലാ ദിവസവും വരിക. ജനുവരി 12 ഏത് ഡേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ പേര് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഈ പേര് കൊടുക്കുന്നില്ല, ജനുവരി 12 വേണമെങ്കിൽ മാത്രം കൊടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ഡിപ്ലോയ് കോൺട്രാക്ട് ചെയ്യുക. ആ കോൺട്രാക്ട് വന്നിട്ട് എന്ത് ചെയ്യുക, ടോക്കൺ മിന്റ് ചെയ്തെടുക്കുക. ഞാനൊന്നൊരു കാണിച്ചു തരാം. ടോക്കൺസിലേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ ടോക്കൺ ഇവിടെ കുറെ കാണാൻ പറ്റും. ആ ടോക്കൺ ഇതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ വന്നിട്ട് മിന്റ് ടോക്കൺ നൽകുക. എത്ര ടോക്കൺ ആണ് മിന്റ് ചെയ്തെടുക്കുക, 10 ടോക്കൺ 10 ടോക്കൺ 1000 1 ലക്ഷം എത്ര ടോക്കൺ വേണമെങ്കിൽ മിന്റ് ചെയ്യാം. ടോക്കൺ ശേഷിക്കുക, ഷീൽഡ് ചെയ്യുക, അൺഷീൽഡ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ് ടോക്കൺ 10 പ്രാവശ്യം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഒരു 5 പ്രാവശ്യം സെൻഡ് ചെയ്താൽ മതി. അതിനുശേഷം ഷീൽഡ് അൺഷീൽഡ് എന്ത് ചെയ്യുക, 10 പ്രാവശ്യം ചെയ്യുക. ടോട്ടൽ 20 ട്രാൻസാക്ഷൻ ചെയ്യും ഇതിനുള്ളിൽ വരുത്താനായിട്ട് ശ്രമിക്കുക. ഇത് ഇത്ര മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ടെസ്റ്റ് സെന്ററിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് ചെയ്യുന്ന വിധമൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തുള്ളത് ഡിസ്കോഡാണ്. അപ്പോൾ നമുക്കറിയാം, പുതിയതായിട്ട് കയറുന്നവരാണെന്ന് മനസ്സിലാക്കുക. മോസ്റ്റ് പ്രോജക്റ്റുകളും ഡിസ്കോഡിലെ റോൾസിന് റിവാർഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ റോൾസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവർ ഡിസ്കോഡിന്റെ വീഡിയോ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഡിസ്കോഡിന്റെ ഈ വീഡിയോ ബാക്കി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡിസ്കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 റോൾസാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞതനുസരിച്ച് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വന്നത് റീഡാക്ട് മാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടാനായിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടർ എന്തൂസിയാസ്റ്റ് എന്ന റോളാണ് നിങ്ങൾക്ക് എന്ത് ആദ്യം വേണ്ടത്. ഇത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള റോൾ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ റോൾ കിട്ടാനുള്ളത്, ഇതിന്റെ പെർഫെക്റ്റ് ക്രൈറ്റീരിയ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അതായത് കറക്റ്റ് ക്രൈറ്റീരിയ പറഞ്ഞിട്ടൊന്നുമില്ല.
ഇവിടെ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇതിനുള്ളിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ റോള് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കണ്ണൂർ ചാനലുണ്ട്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ജനറൽ ചാറ്റിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്യുക. അതായത് ഇവിടെ ഒരു കുറച്ചാൾക്കാർ ചാറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഹായ് ബ്രോ ഹലോ എന്നൊക്കെ ചാറ്റ് ചെയ്യുക. അതിനുശേഷം അവർക്ക് റിപ്ലൈ കൊടുക്കുക. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഷീൽഡ് ടോക്കൺ എന്ത് അതുപോലെ ഒരു ടോക്കൺ ഉണ്ടാക്കിയ ടോക്കൺ ഇത്ര റേറ്റ് ചെയ്തു, എനിക്ക് ഈ ടോക്കൺ വേണോ എന്നുള്ള കാര്യം ചോദിക്കുക. പക്ഷെ ആർക്കും അയച്ചു കൊടുക്കാതിരിക്കാൻ നോക്കുക, കാരണം സിബിൽ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവരായിട്ട് ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരെ വെറുതെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സിന്റെ പേജിൽ അവർ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ പുതിയ എന്ന് പറയാം. ഓക്കെ, ഇവരൊരു പുതിയ വന്നു, നിങ്ങൾ ഇന്നത്തെ AM കണ്ടോ, നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടോ, അയാൾ പറഞ്ഞത് കേട്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരാൾ നാളെ വിചാരിക്കുന്നത് ഇവിടെ ചാറ്റ് ചെയ്യാനായിട്ട്, കാരണം നാളെ വിചാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ അയക്കണ എത്രയോ മെസ്സേജ് ഉണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ റിവാർഡ് കിട്ടാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ദിവസം ചിലപ്പോൾ ഒരു 10-500 മെസ്സേജ് എന്ത് ചെയ്യുക, 500 മേലെ അല്ലെങ്കിൽ മിനിമം 500 മേലെ മെസ്സേജ് എന്ത് ചെയ്യുക, ഈ ഇതിൽ ചാറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ആക്റ്റീവ് മെമ്പർ എന്ന് കാണും. അതുപോലെ തന്നെ മോഡ്സ് ഒക്കെ ഓൺലൈനിൽ എന്ത് ചെയ്യുക, അവരായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരായിട്ട് നല്ല രീതിയിൽ ചാറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് മെയിൻ സ്ട്രീമിലേക്ക് അധികം വരാത്ത പ്രൊജക്റ്റാണ്. അപ്പോൾ കുറേ ആൾക്കാർ വന്നതിന് പറ്റും ഇത് ഭയങ്കര കണ്ടീഷനാവും. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ റോളുകളൊക്കെ നേടിയെടുക്കാനായിട്ട് മാക്സിമം നോക്കുക. സ്റ്റാർട്ടറും എന്തൂസിയാസും റോളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലെവലിനനുസരിച്ച് ചിലപ്പോൾ ഇട്ടുക. ഞാൻ പറഞ്ഞു കറക്റ്റ് അവൈലബിൾ അല്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ചാറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ലെവലിൽ എടുക്കുക. ഇപ്പം ഉണ്ടല്ലേ ഇപ്പോൾ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എന്ത് ആൾ പറഞ്ഞത് കണ്ടില്ലേ, ആളെ മെൻഷൻ ചെയ്തു, ഇയാളെ മെൻഷൻ ചെയ്തപ്പോൾ ആൾ പറഞ്ഞു കൺഗ്രാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ എന്ത് ചെയ്യുക, അയാൾ ചിലപ്പോൾ റിപ്ലൈ തരും. അപ്പോൾ ഇതുപോലെ മോഴ്സിന്റെ കണ്ണിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് പെടാൻ നോക്കുക. അവരെ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ മുന്നിലോട്ട് എത്താൻ നോക്കുക. കാരണം ആരും നിങ്ങൾ കൊണ്ടുവരില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇയാൾക്ക് സ്റ്റാർട്ടർ റോൾ ഉണ്ട്. പതുക്കെ എന്ത് ചെയ്യും, ഇവർ കാണുമ്പോൾ എന്ത് ചെയ്യും, പതുക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇയാൾക്ക് ചിലപ്പോൾ റീഡാക്ട് മാസ്റ്റേഴ്സ് റോളോട് ചിലപ്പോൾ എന്ത് ചെയ്യും, കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നേടിയെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ചാറ്റിന് ശേഷം സ്റ്റാർട്ടർ റോൾ എടുക്കുക. അതിനുശേഷം പിന്നെ അടുത്ത് പറഞ്ഞത് ഈ ഒരു കമ്മ്യൂണിറ്റി റീഡാക്ട് മാസ്റ്റർ റോൾ കിട്ടാണ്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് ഈ 2 റോൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിൽ നിങ്ങൾ പോസ്റ്റ് ഇടുക. എക്സിൽ പോസ്റ്റ് ഈ പ്രോജക്റ്റിനെ വെച്ച് വെറുതെ ചവർ പോലത്തെ പോസ്റ്റ് ഇടരുത്, നല്ല പോസ്റ്റുകൾ ഇടുക. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു ഡെയിലി നിങ്ങൾ പോസ്റ്റ് വിചാരിക്കുക. അപ്പോൾ ഒരു വീക്കിൽ ചിലപ്പോൾ ഏറ്റവും നന്നായി നിങ്ങൾക്ക് തോന്നുന്ന പോസ്റ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പോസ്റ്റിൽ എന്ത് ചെയ്യാം, ഈ മറ്റേ എക്സ് പ്രൊഫൈലിലൂടെ എന്ത് ചെയ്യുക, ടാഗ് ചെയ്യാൻ നോക്കുക. അതായത് ഇവരുടെ ബെസ്റ്റ് പ്രൊഫൈലിലേക്ക് വരിക, ഇവരുടെ പേര് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവരുടെ പ്രൊഫൈൽ കണ്ടില്ലേ, ഈ പ്രൊഫൈലിൽ എന്ത് ചെയ്യുക, ടാഗ് ചെയ്ത് നോക്കുക. എല്ലാ പോസ്റ്റിലും നിങ്ങൾ ടാഗ് ചെയ്ത് എന്ത് പറ്റും, ഈ പുള്ളിക്കാരൻ നോക്കോ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ചിലപ്പോൾ 2 വീക്കിലായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ടാഗ് ചെയ്തിടാനായിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് വിചാരിക്കും ഓക്കെ നല്ല പോസ്റ്റാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നല്ല രീതിയിൽ ഫിനിഷിന് വെച്ച് പോസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ റോള് കിട്ടുന്നതായിരിക്കും. ഈ റോള് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്കോഡിലെ ആക്ടിവിറ്റി ഏറെക്കുറെ പൂർത്തിയായെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ലോയൽ മെമ്പേഴ്സിനും ചാറ്റ് ഉണ്ട്. അത് ചിലപ്പോൾ നല്ല രീതിയിൽ ഹൈ ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ലോയൽ മെമ്പേഴ്സ് കിട്ടും. എന്തിനാണ് റോൾ കിട്ടുന്നത്, ചില പ്രോജക്റ്റിൽ ഇതുപോലെ റോൾ കിട്ടുന്ന ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ്, ഇപ്പോൾ സാമ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അതിൽ കൊടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ സാമ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ നിങ്ങൾ ഇപ്പോൾ ഒരു 10,000 മെസ്സേജ് അയച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ 10,000 മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റോൾ കിട്ടുന്ന വരിക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു 20,000 ടോക്കൺ തന്നിരിക്കുന്നു എന്ന് വന്നിട്ട് എന്ത് ചെയ്യും, ഈ റോൾ ഹോൾഡേഴ്സിന് കൊടുക്കും. ഇനി അതിന് താഴെ വേറെ ഉള്ള റോളിനെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ടോക്കൺ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു, അവർക്ക് ടോക്കൺ കൊടുക്കും. അപ്പോൾ റോളുകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ടോക്കൺ കിട്ടും. ഈ റോളൊക്കെ എന്താണെന്ന് അറിയാത്തവരൊക്കെ എന്ത് ചെയ്യുക, വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ വീഡിയോസിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റോൾ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺ കിട്ടും. അപ്പോൾ റോൾ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ടെസ്റ്റ് നെറ്റിൽ മാത്രം ആക്റ്റീവ് ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ടോട്ടൽ 3 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഒന്ന് ടെസ്റ്റ് നെറ്റ് ആക്ടിവിറ്റീസ്, രണ്ടാമത് റോൾ എടുക്കുക. റോൾ എടുക്കാൻ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് GPT യൂസ് ചെയ്യാം. പക്ഷേ വെറുതെ ചാറ്റ് GPT എടുത്തിരുന്ന അതേ പോസ്റ്റിൽ വെറുതെ ഇടാൻ നോക്കുക, ഇടാതിരിക്കാൻ നോക്കുക. നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി എന്താണ് പ്രോജക്റ്റ് ചെയ്യുന്നത്, അവരെ പുതിയ അപ്ഡേഷൻസ് എന്ത് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യുക, മാത്രം പോസ്റ്റുകൾ ഇടാനായിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ ഈ 3 ആക്ടിവിറ്റി നിൽക്കുന്നൊരു പൊസിഷൻ ഈ ഒരു പ്രോജക്റ്റിൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമ്മുടെ ടെലഗ്രാമിൽ വരിക. നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഏറ്റവും മസ്റ്റ് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ചാനലുണ്ട്. ഈ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ഒന്നും കിട്ടില്ല. നമ്മളെല്ലാ അപ്ഡേറ്റുകളും ഇതുപോലെ യൂട്യൂബിലല്ല ഇടുക, ഈ ചാനലാണ് ഇടുക. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്ന് മെസ്സേജിലൊക്കെ ഇടുക നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചാനൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഫോൾഡർ ആക്കിയിട്ട് ആ ഫോൾഡർ ഇടാം. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. വരുന്ന മെസ്സേജ് എല്ലാം എടുത്ത് നോക്കുക. വേറെ എവിടെ നോക്കിയില്ലെങ്കിൽ ഈ മെസ്സേജിലൊക്കെ നിങ്ങൾക്ക് വേറെ ചാനൽ നോക്കിക്കോ. പക്ഷേ ഇവിടെ വരുന്ന ചാനലുകൾ എല്ലാ മെസ്സേജും നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും കിട്ടുകയുള്ളൂ. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എഴുതാൻ ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ മിനി അനൗൺസ്മെന്റ് ചാനലുണ്ട്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, കുടുംബശ്രീ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് സെന്ററിന്റെ ടോപ്പിക്ക് ഇവിടെ ചാറ്റ് ചെയ്യാൻ പറ്റും. പ്രോജക്റ്റ് ന്യൂ അപ്ഡേറ്റിലൊന്നും ചാറ്റ് ചെയ്യരുത്. ഓരോ ടോപ്പിക്കിനും ഓരോതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. അതുപോലെ പ്രോഫിറ്റ് കാർഡ്, അതുപോലെ അച്ചീവ്മെന്റ്
അച്ചീവ്മെന്റ്സ്, ഇതിലൊക്കെ ചാറ്റ് ചെയ്യാനായിട്ട് ഓരോരോ കാര്യങ്ങളുണ്ട്. അച്ചീവ്മെന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് റോൾ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റെഡായിട്ട് മാസം റോൾ കിട്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഇവിടെ ഷെയർ ചെയ്യാം, മറ്റുള്ളവരെ കാണിക്കാം. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കാർഡ്, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റിൽ ഇടാം. ഓരോ കിട്ടുന്ന പ്രോഫിറ്റിൽ എന്ത് ചെയ്യാം, അത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് ടോപ്പിക്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. പ്രോജക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പ്രോജക്റ്റ് ലോൺ അപ്ഡേറ്റുള്ള കാര്യങ്ങൾ വെച്ചാണ് എന്ത് ചെയ്യുക നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഈ കുടുംബശ്രീ ടെസ്റ്റ് ഡൗട്ടിലും എന്ത് ചെയ്യുന്ന നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ സാധിക്കും. അപ്പോൾ ഡൗട്ടുകൾ ക്ലിയർ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുക, എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.